ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് അല്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് CA കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഹെൽപ്പ് ലൈൻ നമ്പറാണ് നാഷണൽ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. എത്രയാണ്? 112. നാഷണൽ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112 ആണ്. അതുപോലെ നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ദുരന്ത നിവാരണ സേവനങ്ങൾ 108. ദുരന്ത നിവാരണ സേവനങ്ങൾ 108 ആണ്. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ഡൊമസ്റ്റിക് അബ്യൂസ് 181. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ഡൊമസ്റ്റിക് അബ്യൂസ് 181. ഒന്നുകൂടെ നോക്കുക. അതായത് നാഷണൽ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 112 ആണ്. നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ദുരന്ത നിവാരണ സേവനങ്ങൾ 108. അതുപോലെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 181. ഓക്കെ. അതുപോലെ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 ആണ്. എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097. ചൈൽഡ് ലൈൻ 1098. ചൈൽഡ് ലൈൻ 1098. റോഡ് അപകട അടിയന്തര സേവനം 1073. റോഡ് അപകടത്തിന്റെ അടിയന്തര സേവനം 1073 ആണ്. അതുപോലെ മുതിർന്ന പൗരന്മാരാണെങ്കിൽ 1091. അതുപോലെ 1291. 1091 1291 മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥികൾ ആരൊക്കെ നോക്കാം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥി 2025 76 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആണ് പങ്കെടുത്തത്. 2025 76 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. 2024 75 റിപ്പബ്ലിക് ആണ്. അത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 75 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന സേനാ ദൗത്യങ്ങളാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സേനാ ദൗത്യങ്ങൾ 2023 സുഡാൻ സംഘർഷത്തിനിടെ ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും സുഡാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. 2023 സുഡാൻ സംഘർഷത്തിനിടെ ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും സുഡാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയതാണ് ഓപ്പറേഷൻ കാവേരി. സുഡാൻ ഓപ്പറേഷൻ കാവേരി 2023 അങ്ങനെ പഠിച്ചേക്കുക. അതുപോലെ 2022 യുക്രൈനിലെ റഷ്യൻ അധിനിവേശ സമയത്ത് യുക്രൈനിന്റെ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ യുക്രൈൻ റഷ്യ അധിനിവേശ സമയത്ത് യുക്രൈന്റെ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒഴിപ്പിക്കൽ ദൗത്യമാണ്. അതാണ് ഓപ്പറേഷൻ ഗംഗ. എന്താണ് ഓപ്പറേഷൻ ഗംഗ? യുക്രൈനിൽ 2022 യുക്രൈൻ റഷ്യ അധിനിവേശ സമയത്ത് യുക്രൈന്റെ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അതുപോലെ കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത ദൗത്യമാണ് വന്ദേ ഭാരത് മിഷൻ. എന്താണ് വന്ദേ ഭാരത് മിഷൻ? അതായത് കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമാണ് വന്ദേ ഭാരത് മിഷൻ. എന്താണ് വന്ദേ ഭാരത് മിഷൻ? അതുപോലെ ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ എന്താണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ് എന്താണ് പഠിക്കുക? ഓപ്പറേഷൻ അജയ്. അടുത്തത് ഒളിമ്പിക്സ് വേദികളാണ്. പ്രധാന ഒളിമ്പിക്സ് വേദികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസിലാണ് 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസ് പാരീസ് പഠിച്ചു വെക്കുക. 2022 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് USA ലോസ് ഏഞ്ചൽസിലാണ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് USA. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് USA. എവിടെയാണ്? USA എന്ന് ഓർത്ത് വെക്കുക. 2032 സമ്മർ ഒളിമ്പിക്സോ അത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസ് ആണ്. ഫ്രാൻസിലെ
പാരീസ്. 2028 എവിടെയാണ്? USA ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണെന്ന് ഓർക്കുക. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഓക്കെ, ഇത് മൂന്നും ഇവിടെ പഠിച്ചു വെക്കുക. അതുപോലെ 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് മിലൻ ആൻഡ് കോർട്ടിന, ഇറ്റലി. ഇറ്റലിയിലാണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയാണ്. എവിടെയാണ്? ഇറ്റലിയിലെ മിലൻ ആൻഡ് കോർട്ടിന എന്ന സ്ഥലത്താണ്. മിലൻ ആൻഡ് കോർട്ടിനയിലാണ് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഏതാണ്? വിന്റർ ഒളിമ്പിക്സ്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് ഗഗൻയാൻ. ഏതാണ്? ഗഗൻയാൻ. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ്. ഈ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത ആരാണ്? അതാണ് VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിതയാണ് VR ലളിതാംബിക. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കലാണ്. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കലാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഗഗൻയാൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ISRO പുതുതായി ആരംഭിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ബംഗളൂരു, കർണാടക. ഗഗൻയാൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ISRO പുതുതായി ആരംഭിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബംഗളൂരു, കർണാടക. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിന്റെ ഭാഗമായി ആളില്ലാ പേടകം വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന വർഷമാണ് 2025. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാന്റെ ഭാഗമായി ആളില്ലാ പേടകം വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം 2025 ആണ്. 2025. ഈ ഒരു ദൗത്യത്തിന് നൽകിയ പേരാണ് G1 മിഷൻ. എന്താണ്? ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരാണ് G1 മിഷൻ എന്നാണ്. ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് G1 മിഷൻ എന്നാണ്. ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ ഗഗൻയാൻ ദൗത്യം യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം എന്താണ്? ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ ഗഗൻയാൻ ദൗത്യം യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം ആണ് സ്പേഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. സ്പേഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. അതുപോലെ ഗഗൻയാൻ പരീക്ഷണത്തിനായി ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹങ്ങളാണ് ചേസറും ടാർജറ്റും. ഗഗൻയാൻ പരീക്ഷണത്തിനായി ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹങ്ങളാണ് ചേസറും ടാർജറ്റും. കൂട്ടിയോജിപ്പിക്കുന്ന പരീക്ഷണമാണ് സ്പേഡെക്സ്, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും വസ്തുതകളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.